വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോ ഞങ്ങൾ ഇതാ വയനാട്ടിലേക്ക് ഒരു യാത്ര കേട്ടോ. അപ്പൊ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ അറിയാം നമ്മൾ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മളിതാ വയനാട്ടിൽ നമുക്കൊരു ചേച്ചിയാണ് കേട്ടോ. കുറച്ച് രണ്ടാഴ്ചയായി നമ്മളെ ചേച്ചിനായിട്ട് നല്ല പരിചയമായിട്ട്. അപ്പോ അവിടെ ഇങ്ങനെ ചേച്ചിന്റെ ആ ഒരു എന്താ പറയാ വയനാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും വീടും ചേച്ചിനെയും മക്കളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ചേച്ചിന്റെ അടുത്ത് പോയി ചേച്ചിനെ ഒന്ന് കാണുന്നത്. അതെ, ചേച്ചിനെ എല്ലാവർക്കും അറിയണ്ടായിരിക്കും. ചാനൽ 3 സ്റ്റാർ നാട്ടോ. കൂട്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിനെ ഒന്ന് കൂട്ടാക്കണം, സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ കാണുമ്പോൾ എപ്പോഴും ഞാൻ മുനീഫ് ഖാനോട് പറഞ്ഞു നമുക്ക് എന്തായാലും ചേച്ചിനെ കാണാൻ വേണ്ടി പോകണം, മക്കളെ കാണാൻ വേണ്ടി പോകണം. പിന്നെ ആ ഭാഗം കാണാൻ നല്ല ഭംഗിയല്ലോ. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടുകൂടിയിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഗൈസ് ഞങ്ങളിതാ ഏകദേശം കോയിച്ചന എന്ന് പറഞ്ഞ സ്ഥലം ഇതാ കടന്നു പോകണം കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം എന്താ പറയാ ദൂരമുണ്ട് നമ്മുടെ തിരൂരിന്ന്. എപ്പോ എത്തുന്നു വലിയൊരു ഐഡിയ ഇല്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാട്ടോ, പക്ഷെ ഒന്നും നടന്നില്ല. പ്ലാനിങ് ഇടുന്നതൊന്നും നടക്കണം എന്നില്ലല്ലോ. അപ്പോ എന്തായാലും ഒരു ഉച്ച ടൈം ആവും അവിടെ എത്തുമ്പോ. ഞങ്ങളുടെ മാപ്പിൽ ഏകദേശം 5 മണിക്കൂറോ 4 മണിക്കൂർ മാപ്പിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ എങ്ങനെയൊക്കെയാന്നുള്ളത് വിശദമായിട്ട് വീഡിയോയിൽ ഞങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കണ്ടാ മതി കേട്ടോ. എന്നിട്ട് കമന്റ് ഇടാം, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കട്ടോ. അപ്പൊ ഗൈസ് നമ്മളിതാ ചുരം കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഏകദേശം നമ്മളിതാ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ചുരം കയറാന്. അപ്പോ ഇനിയും അത്യാവശ്യം പോവാനുണ്ട് കേട്ടോ, ഇനിയും പോവാനുണ്ട്. വയനാട് വരിക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയാ നമുക്കൊരു ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യം ഈ ചുരം കയറാന്നുള്ളത് തന്നെ കേട്ടോ. കാരണം നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കയറി പോവാന്നുള്ളത്. അല്ലേ, ഭംഗിയല്ലേ? എന്തൊക്കെ ചിരിക്കാന് ഭംഗിയാണല്ലോ. എന്ന് പോണവർക്ക് രസം ഉണ്ടാവില്ല, എപ്പോഴെങ്കിലും യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഒരു രസം. ചുരത്തിലെ ബ്ലോക്ക് ആണോണ്ടെങ്കിൽ പിന്നെ പോണ്ട. അപ്പോൾ നമ്മളിതാ ചുരം കയറി ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചുരം അതായത് ചേച്ചിയുടെ അവിടെ എത്തിയെന്നല്ല കേട്ടോ പറഞ്ഞത്, അതിൻ്റെ ഇടയിൽ കണ്ടൊരു സംഭവം കേട്ടോ ഇത്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവരെ കുരങ്ങന്മാരൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. എന്താണെന്നറിയില്ല, ഇവർ കുഞ്ഞത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ഇവർ വണ്ടിൻ്റെ മുകളിലൊക്കെ കയറി കെട്ടി മറിയുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ കയറി വന്നതിൻ്റെ ശേഷം നല്ല തണുത്ത വെള്ളം കിട്ടാനുള്ള ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ്. ജസ്റ്റ് അവിടെ നിർത്തി ഒരു പൈനാപ്പിളും കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടമാണ് പൈനാപ്പിൾ ഉപ്പിലിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ നമ്മുടെ വയനാട് വെൽക്കം ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വയനാട്ടിലേക്ക് ഇതാ കയറിയിരിക്കുകയാണ്. എന്താ പറയുക, വയനാട്ടിൽ പോയപ്പോൾ എൻ്റെ മക്കളെ ഞാൻ 3ാമത്തെ തവണ കേട്ടോ പോകുന്നത്. ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ വയനാട് എന്ന് പറഞ്ഞത്. ഞാൻ ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഇവിടെ എത്തിയപ്പോഴേ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളത്. കുറേ ആയി. പിന്നെ ഇതാ ഞങ്ങൾ പോകുമ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ വാഴത്തോട്ടം, ഇപ്പുറത്തെ സൈഡിൽ എന്താ പറയുക പച്ചക്കറികൾ കേട്ടോ, കൈപ്പക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. എനിക്കിത് കണ്ടപ്പോൾ എന്താ പറയുക നമ്മളൊരു സ്വർഗത്തിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോകാമെന്നറിയില്ലേ, സത്യത്തിലേക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. അത്രയും നല്ല ഭംഗിയുള്ളൊരു പച്ചപ്പുള്ള നാട്. നമ്മളിതാ ഏകദേശം ചേച്ചിയുടെ നാട്ടിലെത്തിയിട്ടോ. നാട്ടിലെത്തിയപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് എന്താ പറയുക സ്വീറ്റ്സും കാര്യങ്ങളും ബേക്കറീസും ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നതല്ല, അപ്പോൾ അതൊന്നും കാണിക്കേണ്ടതെന്ന് വെച്ചാൽ അതൊന്നും ഞാൻ എടുത്തിട്ടുമില്ല കേട്ടോ ഇതിലൊന്നും. അങ്ങനെ ഞങ്ങളിതാ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സ്, മക്കൾക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വെച്ചിട്ട് അങ്ങനെ വന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ആയിരുന്നു അവർക്ക് എന്താ കൊടുക്കുക, എന്താ കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള ഓരോ കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അവർക്ക് എന്ത് കൊണ്ടുപോകണം എന്നുള്ള അത് ഞങ്ങൾ തീരെയല്ലായിരുന്നു. ലാസ്റ്റ് ഞങ്ങളിതാ ഏകദേശം ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണു. ചേട്ടൻ ഞങ്ങൾ വന്നിട്ട് കൂട്ടിയിട്ടാട്ടോ പോകുന്നത്.
എന്താ പറയുക, ഇത് ഈ ഒരു ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ഫുള്ള് കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ അവർ വീട്ടിലേക്ക് പോകുന്ന വഴികൾ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ഭംഗി വെച്ചാൽ എനിക്ക് കാപ്പിത്തോട്ടം കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പണ്ടേ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഒരു ആഗ്രഹമാണ് കാപ്പിത്തോട്ടം. പക്ഷേ അവിടെ ചെന്നിട്ടും ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും ഞാനൊരു പൊട്ടത്തിനെ പോലെ അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് തിരിച്ചു പോന്നു. കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറി എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെ ചെന്നതെല്ലാം കൂടെ കണ്ട് അത്ഭുതപ്പെട്ടപ്പോഴേ എനിക്ക് അതൊക്കെ പോയി. സത്യം പറയാം, ഞങ്ങൾ ഒരുപാട് പ്ലാനിങ് ഇട്ട് ചേച്ചീൻ്റെ അവിടെ പോകുമ്പോൾ, ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും അതൊക്കെ ചേച്ചിയുടെ വീടും ഞാൻ അവരുടെ അടുത്ത് എത്തുന്നതൊക്കെ കാണിക്കും. ഏകദേശം ചേച്ചീൻ്റെ വീട്ടിലെത്തിയിട്ട് ചേട്ടൻ അവിടെ വണ്ടി നിർത്തി. ഞങ്ങൾ ചെന്നപ്പോഴേ ഞങ്ങൾ ഉള്ളിൽ കയറി ഞങ്ങൾക്ക് കണ്ടൊരു കാഴ്ച പിന്നെ ഇതായിരുന്നു കേട്ടോ. ആദ്യം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു സദ്യ ഒരുക്കാൻ. എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ സദ്യ. ഞാൻ എൻ്റെ കുഞ്ഞാവണ സമയത്ത് എൻ്റെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചേച്ചി ചേട്ടനുണ്ട്, അങ്ങനെ ഒരു ഫാമിലി ഉണ്ട്. അവരിതുപോലെ ഓണം വരുന്ന സമയത്ത് സദ്യ ഉണ്ണാനൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ സദ്യ ഒന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. പിന്നെ നമുക്ക് ആഗ്രഹം വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാറ്. പിന്നെ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഡ്രസ്സൊക്കെ അലക്കുന്നതും ഇതാവുന്ന അടിപൊളി വൈബാണ് എൻ്റെ മക്കളെ. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഒന്നും അറിയില്ല. പക്ഷേ ഞങ്ങൾ അവിടെ പോയപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, വല്ലാത്തൊരു എന്താ പറയുക തണുപ്പും നല്ലൊരു കാലാവസ്ഥ, നല്ലൊരു അന്തരീക്ഷം. പക്ഷേ അവർ നിൽക്കുന്നത് അത്ര ആ ഒരു ഭാഗം സേഫ് അല്ല. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് വിഷമം തോന്നിയത്. എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഒരു കുഞ്ഞു വീടും എല്ലാം അവർ സ്വർഗ്ഗമാണ് അവിടെ. അവർക്ക് എന്താ പറയുക, വലിയ വീടൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് സമാധാനം വേണമെന്നില്ല. പക്ഷേ കുഞ്ഞു വീട്ടിൽ സമാധാനം ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അവരെ കാര്യം എന്താവും എന്നുള്ള ആ ഒരു വിഷമം ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും അതന്നെ പറഞ്ഞു. ഇത്രയും കാലം നമ്മൾ അവരെ പരിചയപ്പെട്ട് ഇനി മഴക്കാലം വരുമ്പോൾ അവരെന്താവും എങ്ങനെയാവും എന്നുള്ളൊരു ആവലാതിയാവും. ഞാനും മുനീഫ്ക്കയും കൂടെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അത് പറഞ്ഞിട്ടാട്ടോ തിരിച്ചു വന്നത്. ഇതാണ് അവരെ വീട്. വലിയൊരു ഇതൊന്നും നമുക്ക് പറയില്ല, കാരണം ഒരുപാട് പണികൾ ഇനിയും കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് എന്താ പറയുക പുതിയൊരു വീട് അവർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് സേഫ് അല്ലാത്തൊരു സ്ഥലമാണല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ ഗവൺമെൻറ് എഴുതി തള്ളിയൊരു സ്ഥലം കൂടെ ആയതുകൊണ്ട് തന്നെ വേറൊരു വീട് ഉണ്ടാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ വീട് പണിയൊക്കെ തീർന്ന് അവരതിലേക്ക് മാറണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്ന് ചിരിച്ച്. എൻ്റെ പൊന്നു മക്കളെ, ഇത് ശ്യാമേട്ടൻ്റെ അമ്മേട്ടാ, നല്ല രസമുള്ളൊരു അമ്മ. എന്താ പറയുക, കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടമായി ശ്യാമേട്ടൻ്റെ അമ്മനേട്ടാ. ഒരു എന്താ പറയുക കുട്ടികളെപ്പോലെ എന്ന് അറിയില്ലേ, അതുപോലെ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞങ്ങളിതാ ഒരു വലിയൊരു കുന്ന് കയറ്റാൻ കൊണ്ടുപോകണം ചേച്ചി ഞങ്ങളേട്ടാ. പക്ഷേ അവരും പോയിട്ടില്ല. സത്യം പറയും, ഞങ്ങളും ആദ്യമായിട്ടാണ് വയനാട്ടിൽ അങ്ങനെ ഒരു കുന്നുണ്ടെന്നുള്ളത് ഞാനും അറിയുന്നത് കേട്ടോ. അപ്പോൾ അവരും അങ്ങനെ പുറത്ത് പോകാറില്ലായിരുന്നു. ശ്യാമേട്ടനും മക്കൾക്ക് ഒരുമിച്ച് അങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവർ ചേച്ചിയും മക്കളും പിന്നെ ചേട്ടന് ബൈക്കിലായിരുന്നു കേട്ടോ. ഞങ്ങൾ കാറിൽ ഞങ്ങളെല്ലാവരും കൂടെ പോയി. പിന്നെ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് വണ്ടി കയറില്ല പറഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് പിന്നെ അങ്ങോട്ട് കയറിയിട്ടാണ്. ഇത് ലാസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. അവിടെ എത്തിയതിൻ്റെ ശേഷമാട്ടോ എൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഞാൻ നടന്ന് എൻ്റെ മക്കളെ കുഴങ്ങി. പിന്നെ ഇവരൊക്കെ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ആ കുന്ന് ഫുള്ള് കയറിപ്പോയതാണ്. അവരെ കൂടെ ആ ഒരു ചിരിയും കളിയൊക്കെ ആയിട്ട് ആ ഒരു ഇതുകൊണ്ട് ഞാൻ എന്തോ എൻ്റെ ഭാഗ്യത്തിന് കയറിപ്പോയതാട്ടോ. അങ്ങനെ അവിടെ കയറിപ്പോയി. ഞാൻ കയറിയിട്ടില്ലായിരുന്നുകൊണ്ട് വലിയ നഷ്ടം തന്നെ ആയിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയനാട് ഒരു സംഭവം തന്നെ എൻ്റെ മക്കളെ. ഒരുപാട് കാണാനുണ്ട്. ശരിക്കും വയനാട്ടിലേക്ക് പോയി നിൽക്കണം കേട്ടോ. ഞാൻ തിരിച്ചു വരുമ്പോൾ മുനീഫ്ഖാനോട് പറഞ്ഞു നമുക്ക് ഇവിടെ സ്ഥലം എടുത്ത് വീട് വെച്ചാലോ എന്ന് വരെ പറഞ്ഞു പോയി. കാരണം അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം തന്നെ. കാരണം നമ്മളിവിടെ ഒരുപാട് എന്താ പറയുക, എനിക്ക് അങ്ങനെയായിട്ട് തോന്നിയില്ല. പക്ഷെ നമ്മുടെ നാട് സൂപ്പർ തന്നെയാണ്. പക്ഷേ എനിക്ക് അവിടെ പോയപ്പോൾ ആ ഒരു കാപ്പിത്തോട്ടങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അവിടുത്തെ തണുപ്പും അവിടുത്തെ കാലാവസ്ഥ എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം നല്ലൊരു കാലാവസ്ഥ. അങ്ങനെ ഞങ്ങളിതാ കുന്നൊക്കെ കയറി കുറേ ഫോട്ടോസും കാര്യങ്ങളും കുറേ വീഡിയോസൊക്കെ എടുത്ത് കുറേ അവിടെ പോയിട്ടും കുറേ ചിരിച്ചു. ഇത് അവിടുത്തെ കയറാനുള്ള ടിക്കറ്റിൻ്റെ ക്യാഷ് ഓരോന്നായിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ എന്താ പറയുക കുന്നൊക്കെ മലയൊക്കെ കയറി ഇറങ്ങി വന്നു. ശ്യാമേട്ടൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്നിനും ആവശ്യമില്ലായിരുന്നു, തണുത്ത വെള്ളത്തിൻ്റെ ഇരുന്നു ആവശ്യമായിട്ട്. അപ്പോൾ നമ്മൾ ലൈമ് മതി. അപ്പോൾ ശ്യാമേട്ടൻ സമ്മതിക്കില്ലായിരുന്നു, ജ്യൂസെങ്കിലും വേണം. ആൾക്ക് വേറെ കുറേ പ്ലാനിങ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ആ പ്ലാനിങ്ങിനൊന്നും, കാരണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ച് വരാനുള്ളതല്ലോ.
അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു. ശ്യാമേട്ട ഇതാ ഞങ്ങൾക്ക് തേയിലത്തോട്ടത്തിൽ വന്ന് നമ്മൾ എന്താ പറയുക ചായപ്പൊടി വാങ്ങിക്കാതെ വരാൻ പാടില്ലല്ലോ വിചാരിച്ച ആളെ ഞങ്ങൾക്ക് ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചു തന്നു. പാവട്ടോ, ഒരുപാട് മിസ് ചെയ്തു ഞങ്ങൾക്ക് അവർ തിരിച്ചു പോരുന്ന സമയത്ത്. സത്യം പറയണ ശ്യാമേട്ടനക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വിഷമം. എന്താ പറയുക, ഞങ്ങൾ അവരിൽ നിന്ന് കൊണ്ട് പോരുകയാണല്ലോ, ആ ഒരു വിഷമം ഞങ്ങൾക്ക് മുഖത്ത് ശ്യാമേട്ടൻ്റെ ആ സൗണ്ടിലും എല്ലാം മനസ്സിലായി ഫീൽ ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ ചേച്ചിൻ്റെയും മക്കളതൊക്കെ ഫീൽ ചെയ്തു. പാവം, ഇനിയും പോകണം. എന്താ പറയുക, വെക്കേഷൻ അവരിങ്ങോട്ട് കൂട്ടിയിട്ട് വരണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ഓക്കെ, ടാറ്റാ, ബൈ.